ഓടി ഇങ്ങനെയാണോ ചിരിക്കുന്നത്? കുഞ്ഞോനെ കാണിക്കട്ടെ. പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജനുവരി 1 നമ്മുടെ പുതുവർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ക്രിസ്മസ് ട്രീയും സ്റ്റാറും ഒക്കെ അഴിച്ചു വെക്കും കേട്ടോ. അടുത്ത വർഷത്തേക്ക് സന്തോഷമുള്ളൊരു ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണിനി അല്ലേ? ചെയ്തിട്ട് മതി. ഇവിടെ വെച്ചേക്കട്ടെ. കഴുകാൻ കൊണ്ട് വെക്കാൻ പോവാട്ടോ. ഇന്ന് കുറച്ച് പച്ചക്കറികൾ വാങ്ങിച്ചു കേട്ടോ. വെള്ളരിക്ക, പിന്നെ ക്യാരറ്റ്, തക്കാളി, പിന്നെ നെല്ലിക്ക, വലിയ നെല്ലിക്ക ഉപ്പിലിടാൻ കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയിലയും മേടിച്ചു. ഞാൻ മല്ലിയിലയുടെ കാര്യം ആരോ നമ്മുടെ പ്രിയങ്ങൾ പറഞ്ഞായിരുന്നു, ഇത് മുഴുവൻ വിഷമാണ്, ഇത് വാങ്ങിക്കരുത് കേട്ടോ. ഞാൻ അതിന് മല്ലിയില നമ്മൾ മല്ലി മേടിച്ച് മുളപ്പിക്കത്തില്ല, അങ്ങനെ നോക്കിയിട്ട് എനിക്ക് സക്സസ് ആയില്ല കേട്ടോ. അപ്പം ഒരു ആവശ്യം ഞാൻ പറഞ്ഞില്ല, എനിക്ക് മല്ലിയിലയുടെ മണം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാനിത് കൊണ്ടുവന്ന് നേരത്തെ എങ്ങനെയായിരുന്നെന്ന് ചോദിച്ചാലേ, ഉപ്പും മഞ്ഞളും ഇട്ട് വെള്ളത്തിൽ കുറേ മണിക്കൂറുകൾ ഇട്ട് വെച്ചിട്ട് പിന്നെ അതുപോലെ അത് കഴുകി ഒന്നുകൂടെ എടുത്തിട്ട് വീണ്ടും ഉപ്പും മഞ്ഞളും ഇട്ട് കുറച്ച് നേരം വെച്ചേക്കും. എന്നിട്ടാണ് ഞാൻ കഴുകി എടുത്ത് വെക്കുന്നത്. അതേ നടക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ഇന്ന് വേറെ മേടിച്ചത് ടിഷ്യൂ പേപ്പർ. ഇതെനിക്കല്ല കേട്ടോ, ഷോപ്പിലേക്കാണ്. പിന്നെ അവിടെ നമുക്ക് കോംപ്ലിമെൻ്റ് ഒക്കെ കിട്ടുമായിരുന്നു ടിഷ്യൂ പേപ്പർ. ഇപ്പം അതെല്ലാം തീർന്നു. നമുക്ക് അത്യാവശ്യത്തിന് എടുക്കാനില്ലാത്തത് കൊണ്ട് ഇന്ന് എന്നോട് പറഞ്ഞു, സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ കയറുന്നെങ്കിൽ ഒരു ചെറിയ പാക്കറ്റ് വാങ്ങിക്കാൻ പറഞ്ഞു. ഞാൻ മേടിച്ചായിട്ട് ഇത് നാളെ അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ അതായത് ഇതുപോലെ ഒരു ബ്രഷും, ഇത് ബാത്റൂമിന്റെ ഭിത്തിയൊക്കെ തേച്ച് തരാം. വേറൊരു ബ്രഷ് ഉണ്ടായിരുന്നു, അത് പോയി കേട്ടോ. പിന്നെ സോപ്പ്, തേയില, കുത്തിരി തീർന്നായിരുന്നേ. റേഷൻ കടയിലെ അരി കൊള്ളത്തില്ലായിരുന്നെന്ന് ഞാൻ പറഞ്ഞില്ല. അതുകൊണ്ട് ഞാൻ അല്ലാതെ വാങ്ങിച്ച കുത്തരിയായിരുന്നു ഉപയോഗിച്ചോണ്ട്. അപ്പൊ അത് തീർന്നു. 2 കിലോയെ വാങ്ങിച്ചുള്ളൂ. പിന്നെ വാങ്ങിച്ചത് കൂർക്ക കേട്ടോ. കൂർക്ക കണ്ടാൽ എനിക്ക് വെറുതെ ഇനി പോരാൻ തോന്നത്തില്ല, എനിക്കത് മേടിച്ചേ പറ്റുള്ളൂ. കൂർക്കയും ഇഞ്ചിയായി ഇതിനകത്ത് കേട്ടോ. അപ്പോഴേ ഞാൻ ഇന്നലെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ പറഞ്ഞില്ലേ, മെഡിക്കൽ ഫീൽഡിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ ഏതായാലും ഒരു എന്നെ അവരുടെ ഫാമിലി മെമ്പറിനെ പോലെ കാണുന്ന കുറേ ആൾക്കാർ എനിക്കുണ്ട് ഇപ്പോൾ ഇതിനകത്ത്, അമ്മക്കിളി എന്നുള്ള ഫാമിലിയിൽ കേട്ടോ. അപ്പോൾ അതിലൊരാൾ എന്നോട് മെസ്സഞ്ചറിൽ എനിക്ക് മെസ്സേജ് അയച്ചു. ഇപ്പം നമ്മുടെ കോവിഡ് സീസണൊക്കെ ആയ സമയത്തെ നമ്മൾ വന്നു കഴിഞ്ഞ ഉടനെ പോയി ഫ്രഷ് ആയിട്ടാണല്ലോ അടുക്കളയിലൊക്കെ കയറി പാചകം ചെയ്യുന്നത്. ഇപ്പൊ വീണ്ടും കോവിഡിന്റെ ഒരു ഇത് വന്നല്ലോ. അപ്പം കോവിഡിന്റെ സമയത്ത് നമ്മൾ അങ്ങനെ ആയിരുന്നല്ലോ, നമ്മൾ നമ്മുടെ ഡ്രസ്സെല്ലാം മാറി ഒരിടത്ത് കൊണ്ടുവെക്കും. ഫ്രഷ് ആയിട്ടാണല്ലോ നമ്മൾ അടുക്കളയിലൊക്കെ കയറുന്ന, സാനിറ്റൈസറും എല്ലാം നമ്മൾ ഭയങ്കര പ്രിക്കോഷൻ ആയിരുന്നല്ലോ. അപ്പം എന്നോട് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, വന്ന് ഞാൻ അടുക്കളയിൽ പാചകമൊക്കെ കഴിഞ്ഞല്ലേ കുളിയൊക്കെ കഴിക്കുന്നത്. അപ്പം എന്നോട് പറയുമായിരുന്നു, വരുന്ന ഉടനെ ഫ്രഷ് ആയിട്ട് അടുക്കളയിൽ കയറി പാചകം ചെയ്യുക. എന്ന് വെച്ചാൽ ഞാനൊരു ഫാർമസിയിലല്ലേ ജോലി ചെയ്യുന്നത്. അവിടെ കുറേ ഈ രോഗങ്ങളൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാരുമായിട്ടല്ലേ നമ്മളൊരു ഇൻട്രാക്ഷൻ ഉള്ളത്. അതുകൊണ്ട് വരുന്ന ഉടനെ ഫ്രഷ് ആയിട്ട് അടുക്കളയിൽ പാചകം ചെയ്യുന്നതാണ് സേഫ് എന്ന് എനിക്ക് ഒരു അഡ്വൈസ് തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു, പ്രത്യേകിച്ച് ഞാൻ അങ്ങനെ വരുന്ന ഉടനെ ജോലി തീർക്കുന്നതെന്നറിയാം. മീനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് മീൻ എടുക്കുന്ന മടി കൊണ്ടാണ് ഞാൻ അതൊക്കെ ചെയ്തിട്ടങ്ങ് കുളിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? മീനൊക്കെ കൊണ്ടുവരുവാണെന്നുണ്ടെങ്കിൽ ഞാനത് കഴുകിയൊക്കെ എടുത്ത് വെച്ചിട്ട് അങ്ങ് കുളിക്കാം, പിന്നെ വന്ന് പാചകം ചെയ്യാം അല്ലേ, അങ്ങനെ വിചാരിക്കും കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും മീനൊന്നും കിട്ടിയില്ല. ഈ സാധനങ്ങളെല്ലാം പച്ചക്കറികളെല്ലാം കഴുകാനും ഒക്കെ ഇട്ടിട്ട് കുളിച്ചിട്ട് വന്നിട്ട് എന്തെങ്കിലും കുക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇന്ന് മുട്ട വറക്കാനേ ഉള്ളൂ. പിന്നെ എനിക്കൊരു സ്പെഷ്യൽ മുളക് ചമ്മന്തി ഉണ്ട്. ആ മുളക് ചമ്മന്തി ഉണ്ടാക്കാം എന്ന് വിചാരിച്ചിരിക്കുവാണ്. മീൻ മേടിക്കാൻ ചെന്നപ്പോൾ
അവിടെ എല്ലാം ക്ലോസ് ആയി, എല്ലാം അടച്ചിട്ടു. വേറെ മീൻകട ഉണ്ട്, പക്ഷെ എനിക്ക് അവിടെ ഒന്നും കട്ട് ചെയ്ത് കിട്ടത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇന്ന് സ്ഥിരം ഒരിടത്തു നിന്നാണ് മേടിക്കുന്നത്. അപ്പോൾ അവിടെ ഇല്ലാഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ പോയിരുന്നു കേട്ടോ. അപ്പം ഇതൊക്കെയാണ്. അപ്പം ഞാനിത് പറഞ്ഞത് എന്തിനാണെന്നറിയാമോ, എന്നെ ഒരംഗത്തെ പോലെ, കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെ കരുതുന്നതിന് എനിക്ക് ഒരുപാട് സന്തോഷം കേട്ടോ. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ, പരിഗണന കിട്ടുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ് കേട്ടോ. അവഗണിക്കപ്പെട്ടവർക്കേ അതിൻ്റെ വേദന മനസ്സിലാകുള്ളൂ. അതുകൊണ്ട് പരിഗണന എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ ഞാൻ വളരെ വിലമതിക്കുന്ന ഒന്നാണ് കേട്ടോ. അത് ഞാൻ ഒരുപാട് ഒത്തിരി നന്ദി പറയുകയാണ് അതിന് കേട്ടോ. എല്ലാവരോടും, എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും. കുറെ പേര് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നു, മറ്റുള്ളവർ പ്രാർത്ഥനയിലും നല്ല വാക്കുകളിലും ഒക്കെ ഞങ്ങളെക്കുറിച്ച് ഓർക്കുകയും പറയുകയൊക്കെ ചെയ്യുന്നവരോടൊക്കെ ഉള്ള സ്നേഹമാണ് ഈ പറയുന്നത് കേട്ടോ. ഓരോരുത്തരോടും വന്ന് സ്നേഹം അറിയിക്കണമെന്നും സന്തോഷം പറയണമെന്നും ഒക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് അതിനുള്ള മാർഗങ്ങളില്ലല്ലോ. പിന്നെ പലരും കോണ്ടാക്ട് നമ്പറൊക്കെ ചോദിച്ച്, വളരെ കുറച്ച് പേർക്കൊക്കെ ഞാൻ മെസ്സഞ്ചറിൽ വന്ന് ഞാൻ പ്രൊഫൈലൊക്കെ നോക്കി, അങ്ങനെ ചിലർക്കൊക്കെ ഞാൻ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്താണെന്നറിയാമോ, ഞാൻ ജോലിക്ക് പോകുമ്പം രാവിലത്തെ പണികൾ, പിന്നെ ജോലിക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നമുക്ക് എന്തെങ്കിലും ഒരു 10 മിനിറ്റ് എങ്ങാണോ സമയം കിട്ടിയാൽ ഈ വീഡിയോയുടെ കാര്യങ്ങളും കമന്റിന് റിപ്ലൈ ചെയ്യാൻ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമ്മൾ എടുക്കും. പിന്നെ ഒരു കോൾ വന്ന് അറ്റൻഡ് ചെയ്യാൻ നമ്മൾ 2 മിനിറ്റ്, വീട്ടിൽ നിന്ന് വിളിച്ചാലും 2-3 മിനിറ്റ്, അല്ലെങ്കിൽ അത്ര എമർജൻസി ആയിട്ടാണെന്നെങ്കിൽ മാത്രമാണ് നമ്മൾ കുറച്ച് നേരം, എന്നാലും ഒരു 15 മിനിറ്റ് കൂടുതലൊന്നും നമുക്ക് ആരോടും സംസാരിക്കാൻ ഞാൻ എടുക്കാറില്ല കേട്ടോ. കാരണം കസ്റ്റമർ വന്നിരിക്കുന്ന ഉടനെ നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലല്ലോ, നമ്മൾ ശമ്പളം വാങ്ങുന്നതല്ലേ. അപ്പം അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് ആരോട് സംസാരിക്കാനുള്ള സമയമില്ല. പിന്നെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ജോലിയും പ്രയാസവും നിങ്ങൾ എന്നും കാണുന്നതാണ്. ഈ ജോലി തിരക്കുകളൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു നേരമാവും, പിന്നെ പ്രാർത്ഥിക്കും, ഭക്ഷണം കഴിക്കും, വീണ്ടും നിങ്ങളിലേക്ക് ഞങ്ങളുടെ വിശേഷങ്ങളൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് വൃത്തിയാക്കി എടുക്കണ്ടേ. അപ്പോൾ അങ്ങനെയുള്ള പണികളൊക്കെ ആയിട്ട് അങ്ങ് തിരക്കാണ്. ഈ തിരക്കുകളൊക്കെ നമ്മൾ സ്വയം സൃഷ്ടിക്കുന്നതാണ് കേട്ടോ. അതൊന്നും ഇല്ലെങ്കിൽ നമ്മളൊന്നും ഇല്ല, നമ്മൾ എന്നെ മണ്ണടിഞ്ഞാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയങ്ങളും ഫോൺ നമ്പർ വാങ്ങിച്ചവരും കോണ്ടാക്ട് ചെയ്തവരോടും ഒക്കെ ആയിട്ട് ഇതിനകത്തൂടെ ഞാൻ പറയുവാണ് കേട്ടോ. എനിക്ക് എല്ലാവരോടും സ്നേഹമാണ്, സന്തോഷമാണ്, പക്ഷെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. എനിക്ക് എപ്പോഴും നിങ്ങളോട് വിളിക്കാനും സംസാരിക്കാനും ഒന്നുള്ള സാഹചര്യവും സമയവും ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്, സംസാരിക്കാത്തത് കേട്ടോ. എന്നാൽ എന്നെ വിളിക്കുന്നവരോടൊക്കെ ഞാൻ സംസാരിക്കാറുണ്ട്, എന്നാലും എനിക്ക് അങ്ങോട്ടൊന്നും വിളിച്ച് ഒരുപാട് നേരമൊന്നും സംസാരിക്കാനുള്ള സമയം കിട്ടാത്തത് കൊണ്ടാണെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ സാരാംശം കേട്ടോ. അപ്പോൾ പിന്നെ മെസ്സഞ്ചറിലാണെന്നുണ്ടെങ്കിലും ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിലും വന്നിട്ട് ഹായ് പറഞ്ഞാൽ എനിക്കത് ആരാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ആദ്യം നിങ്ങൾ പലരും കോണ്ടാക്ട് നമ്പർ തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, യൂട്യൂബ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ്, അവിടെ വന്ന് നമ്മൾ പബ്ലിക്കായിട്ട് നമ്മുടെ നമ്പർ ഷെയർ ചെയ്താൽ ആരൊക്കെ ഏതൊക്കെ രീതിയിലുള്ള ആൾക്കാരാണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാലോ. അതുകൊണ്ട് അങ്ങനെ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് പേര് FB-യിൽ വന്നു, എനിക്ക് വേണ്ടി ഇൻസ്റ്റ അക്കൗണ്ട് എടുത്തവരുണ്ട് കേട്ടോ. അത് അപ്പം അവർക്കൊക്കെ ഞാൻ നമ്പർ കൊടുത്തു. എന്ന് വെച്ചാൽ അവരെന്നെ വന്ന് എന്നോട് പരിചയപ്പെടുത്തിയപ്പോൾ എനിക്ക് കുറച്ച് മനസ്സിലായി, ഇന്ന ആൾക്കാരാണ്, ഇന്ന ഐഡിയിലുള്ളവരാണെന്നൊക്കെ. അങ്ങനെ അല്ലാതെ വന്നിട്ട് ഹായ് ഹലോ എന്ന് പറഞ്ഞാൽ എനിക്കറിയത്തില്ല ആരാണെന്ന്. അങ്ങനെ ആരെല്ലാം ദിവസവും മെസ്സേജ് ഇടും നമുക്ക്. നമ്മളെന്തായാലും എല്ലാത്തിനും റിപ്ലൈ ഒന്നും കൊടുക്കത്തില്ലെങ്കിലും നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആരെങ്കിലും ആണ് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ കൊടുക്കാൻ പാടുള്ളൂ അല്ലേ, അങ്ങനെയല്ലേ. അപ്പം അതുകൊണ്ടാണ് അത്. ഇനി നിങ്ങൾ എന്നെ ഇതിനകത്ത് എന്നെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നവരാണെങ്കിൽ തന്നെ എനിക്ക് ഇതിനകത്തെ ഐഡിയും നിങ്ങളുടെ FB ID ഒന്നും എനിക്ക് അത്ര ഓർമ്മ നിൽക്കത്തില്ല. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് കേട്ടോ. അപ്പം നിങ്ങളെന്നെ പരിചയപ്പെടുത്തിയാൽ നിങ്ങളെ പരിചയപ്പെടുത്തിയാൽ എനിക്ക് പെട്ടെന്ന് മനസ്സിലാകും കേട്ടോ. ഞാനപ്പോൾ പ്രൊഫൈലൊക്കെ നോക്കാം, നമുക്ക് കൂട്ടാവാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ചിട്ടേ ആദ്യം പോയി ഫ്രഷായിട്ട് വരാം കേട്ടോ. തന്ന അഡ്വൈസിന് ഒരുപാട് താങ്ക്സ് അറിയിക്കുകയാണ് കേട്ടോ. ഞാൻ മെസ്സേജ് അയച്ചിരുന്നു, ഇതിലും കൂടെ പറയുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എന്നും എനിക്ക് ഞാൻ പറയുന്നത് കേട്ടോ. ഓക്കെ, നേരത്തെ ഇരുന്ന നമ്മുടെ ലൈറ്റെല്ലാം ഈ വർഷത്തെ ക്രിസ്മസ് ട്രീ ഇടാൻ എടുത്തപ്പോഴത്തേക്ക് കേടായിപ്പോയായിരുന്നു കേട്ടോ. ഈ വർഷം നമ്മൾ 2 ലൈറ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാം നമുക്ക് സുരക്ഷിതമായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. അടുത്ത വർഷം ഉപയോഗിക്കാൻ പറ്റുന്നെങ്കിൽ ഉപയോഗിക്കാം അല്ലേ. ഇപ്പോഴേ ഇവിടെ ഇരുന്ന് അങ്ങ് ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഒരു 5-6
ചീമച്ചേമ്പ് എടുത്ത് മെഴുക്കുവരട്ടി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ചീമച്ചക്ക കിടന്ന കേടായി പോയ പോലെ ഇത് ചിലപ്പോൾ കുറേ ദിവസം ആയതാ കേട്ടോ, അത് ചിലപ്പോൾ അങ്ങ് കേടായി പോകും. ഞാൻ വിചാരിച്ചു കുറച്ചെടുത്ത് മെഴുക്കുവരട്ടി വെക്കാമെന്നേ. എനിക്ക് ചിരണ്ടി എടുക്കാൻ അങ്ങ് പാടാണ്, ഞാൻ അങ്ങ് ചെത്തി എടുക്കും കേട്ടോ. എൻ്റെ കൈ പൊളന്നൊടിയും ചിരണ്ടി എടുക്കുമ്പോഴത്തേക്ക്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ തോല് അങ്ങ് ചെത്തി എടുക്കുന്നത്. അവിടെ വെച്ചേ. മോനുകുട്ടനും മുത്തിനും ഒക്കെ നാളെ സ്കൂൾ അവധിയാട്ടോ, ഇനി ബുധനാഴ്ചയേ ഉള്ളൂ. ഇന്ന് സ്കൂള് തുറന്ന് ഇന്ന് മുത്തനോട് പറഞ്ഞു ആരും വരത്തില്ലമ്മേ, ഞാൻ പോകുന്നില്ല എന്നൊക്കെ കേട്ടോ. ഞാൻ പറഞ്ഞു സാരമില്ല, ആരെയും നോക്കണ്ട, നീ അങ്ങ് പോയാൽ മതിയെന്ന്. എന്നിട്ട് സ്കൂളിൽ ചെന്നപ്പം കുട്ടികളാരും അധികം ഇല്ല കേട്ടോ, അങ്ങനെ സ്കൂൾ നേരത്തെ അങ്ങ് വിട്ടു. അപ്പൊ നേരത്തെ അങ്ങ് വിട്ടു. അപ്പൊ എന്നെ ഇവിടെ വന്നിട്ട് എന്നെ വിളിച്ച് പറയാം, ഞാൻ അമ്മയോട് അന്നേരെ പറഞ്ഞില്ല ഇന്ന് ചുമ്മാതെ പോവാണ്. ഞാൻ പറഞ്ഞു സാരമില്ല, പോയല്ലോ. വേണ്ട വേണ്ട അമ്മ അരിഞ്ഞോളാം, ഇത് കൈ ചൊറിയുന്നതാ. പിന്നെ 5-6 ചുവന്നുള്ളിയും കൂടി എടുത്തിട്ടുണ്ട് നമുക്ക് മുളക് ചമ്മന്തി അരയ്ക്കാൻ. പിന്നെ വേറെന്താണ് പ്രിയങ്ങളെ വിശേഷം? ഞാൻ എൻ്റെ തിരക്കൊക്കെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, എനിക്ക് ഭയങ്കര ഗമയായിപ്പോയി, പിന്നെ കുറേ സബ്സ്ക്രൈബേഴ്സ് കൂടി ഉടനെ വലിയ ഗമയാണ്, സമയമില്ലെന്ന് പറയുവാന്നൊക്കെ അങ്ങനെ തോന്നുന്നുണ്ട്. അങ്ങനെയൊന്നും വിചാരിക്കരുത് കേട്ടോ. സത്യമായിട്ടും നമ്മൾ എന്താണ് ജോലിയുടെ ഒരു ഇതില്ലായിരുന്നുണ്ടായിരുന്നെങ്കിലുണ്ടല്ലോ, വീട്ടിലിരിക്കായിരുന്നുണ്ടായിരുന്നെങ്കിൽ നമുക്ക് ഇത്രയേറെ എന്താണ് തിരക്ക് എന്നൊന്നും പറയാനൊന്നും കാണത്തില്ല. നമുക്ക് ഈ യൂട്യൂബിലെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മതിയായിരുന്നു. പക്ഷേ നമ്മൾ പുറത്തൊരു ജോലിക്ക് പോകുന്ന ആളിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നവർ മനസ്സിലാക്കുക, അല്ലാത്തവരോട് ഞാൻ എന്തോ പറയുന്നേ. പിന്നെന്താണ്, എല്ലാവരുടെയും ക്രിസ്തുമസ് ഒക്കെ സന്തോഷമായിരുന്നോ സമാധാനമായിരുന്നോ എന്നൊക്കെ പറയണം കേട്ടോ. എല്ലാവരും ഒരുപാട് പേര് ഞങ്ങളെ വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് എല്ലാവർക്കും റിപ്ലൈ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ സമയവും ആരോഗ്യവും അനുവദിക്കാഞ്ഞത് കൊണ്ടാണ് എല്ലാവർക്കും ലൈക്കും ലവും ഒക്കെ തന്നങ്ങ് പോയത് കേട്ടോ. പിന്നെ അങ്ങനെ നമ്മുടെ 2024 ദിവസങ്ങൾ തുടങ്ങിയിരിക്കുന്നു. ഈ മാസം ഒരു വർഷം തുടങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഞങ്ങളുടെ വീട്ടിലെ കുറേ ആഘോഷങ്ങളുണ്ട്. എന്തൊക്കെയാണെന്നറിയാമോ? എന്താണ്, ആദ്യം തന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും ആദ്യം ജനിച്ച ആളിൻ്റെ പിറന്നാളാണ് കേട്ടോ. അമ്മയ്ക്ക് ഞങ്ങൾ 2 മക്കൾ. ആ 2 മക്കളിൽ എൻ്റെ മുത്താണ് ആദ്യം ഉണ്ടായ കൊച്ചുമോൻ. അപ്പോൾ കൊച്ചുമോൻ്റെ മുത്തുമണിയുടെ പിറന്നാൾ ജനുവരിയാണ് കേട്ടോ. ജനുവരിയിൽ മുത്തിൻ്റെ പിറന്നാൾ, ഫെബ്രുവരിയിൽ ജാനിക്കുട്ടിയുടെ പിറന്നാൾ, ആങ്ങളയുടെ മൂത്താളിൻ്റെ പിറന്നാൾ. പിന്നെ മാർച്ചിലാണ് 2 ഇളയ സന്തതികളുടെയും പിറന്നാൾ കേട്ടോ. മോനുകുട്ടൻ്റെയും കുഞ്ഞോൻ്റെയും പിറന്നാൾ മാർച്ചിലാണ്. പിന്നെ ഏപ്രിൽ മാസത്തിൽ ആങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി. അങ്ങനെ ആദ്യത്തെ കുറച്ച് മാസങ്ങൾ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാനുള്ള ദിവസങ്ങളാണ് കേട്ടോ. പിന്നെ വേറെന്താണ്, അപ്പം മുത്തിന് എന്താണ് ബർത്ത്ഡേക്ക് അങ്ങനെ കേക്ക് വേണമെന്നൊന്നും അങ്ങനെ നിർബന്ധമൊന്നുമില്ല കേട്ടോ. വലിയ ചെക്കനായില്ലേ. അപ്പം ഈ പ്രാവശ്യത്തെ പിറന്നാളെന്ന് പറഞ്ഞാൽ വളരെ വളരെ സ്പെഷ്യലാണ് കേട്ടോ. ഒരു 18കാരൻ്റെ അമ്മയാവുകയാണ് ഞാൻ. എനിക്കിപ്പോഴും ഞാൻ +2 പഠിച്ചിരുന്ന സമയത്തെ ഒരു മനസ്സാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ. ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു അതുപോലൊക്കെയാണ് ചിലപ്പോഴൊക്കെ ഞാൻ. അന്നേരം മുത്താണ് എനിക്ക് പല കാര്യങ്ങളും പറഞ്ഞു തരുന്നത്. അമ്മോ എന്തുവാമേ ഇങ്ങനെ, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കേട്ടോ. അന്നേരം ഞാൻ ഓർക്കും, ദൈവമേ ഇത്രയും വലിയ കൊച്ചുങ്ങളുടെ അമ്മയാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയല്ലോ. പിന്നെ എൻ്റെ പ്രായത്തിലുള്ള എൻ്റെ കൂട്ടുകാർക്കൊക്കെ വളരെ ചെറിയ കുട്ടികളാണല്ലോ. അപ്പോൾ അവർ എന്നോട് മക്കളെ എവിടെയെങ്കിലും വെച്ച് കാണുമ്പോൾ എന്താണ് എല്ലാവരും എന്തിയും മക്കളൊക്കെ എത്രയായി എന്നൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ മൂത്ത ആൾ +2 എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അതിശയം കേട്ടോ. എല്ലാവരുടെയും മക്കളൊക്കെ സ്കൂളിലൊക്കെ പഠിക്കുന്നേ ഉള്ളൂ. എന്ന് വെച്ചാൽ 10th ആയവർ അധികം ഉണ്ടോയെന്ന് അറിയത്തില്ല കേട്ടോ.
അതിനൊക്കെ താഴെയുള്ള ക്ലാസ്സുകളിൽ പഠിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഈ നമ്മുടെ കൂടെ പഠിച്ച ആൺകുട്ടികളുണ്ടല്ലോ, അവരുടെയൊക്കെ എന്ന് വെച്ചാൽ കിയോ കിയോ പോലും മാറിയിട്ടില്ല കേട്ടോ. കൊച്ചു പൊടിക്കുഞ്ഞുങ്ങളാണ് അവർക്കൊക്കെ. പിന്നെ അപ്പം എൻ്റെ മുത്തുമണിയുടെ പിറന്നാൾ ഈ മാസമുണ്ട്. ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു പിറന്നാളുണ്ട്, അവൻ്റെ ആഘോഷിക്കണമെന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ച ഒരു പിറന്നാളുണ്ട്. അപ്പോൾ ആ പിറന്നാൾ എനിക്ക് ഏറ്റവും വലിയൊരു സങ്കടം തന്ന പിറന്നാളാണ് കേട്ടോ. അപ്പം ഞാൻ ഇടയ്ക്കൊക്കെ നമ്മുടെ പഴയ കാലങ്ങൾ ഇങ്ങനെ ഞാൻ ഷെയർ ചെയ്യുമ്പം ചിലർക്കൊക്കെ അത് വിഷമം കൊണ്ട് എന്നോട് പറയാറുണ്ട്, എന്തിനാണ് പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുന്നതെന്ന്. അവർക്കത് കാണുമ്പോൾ ഒരു മനസ്സിലൊരു വിങ്ങൽ തോന്നാറുണ്ട്, അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത് കേട്ടോ. പക്ഷെ ഉണ്ടല്ലോ, അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ നമുക്ക് എന്താണ് ഇങ്ങനെയൊക്കെയുള്ള ജീവിതം സാധ്യമാകുന്നു. ഇതിനു മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മൾ വന്ന വഴികൾ എന്തായിരുന്നു എന്ന് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്ക് കുറച്ചുകൂടി കരുത്ത് പറ്റും കേട്ടോ, കരുത്ത് നേടാൻ കഴിയും. അപ്പം ഞാൻ എൻ്റെ മോനുകുട്ടൻ ജനിച്ചതിന് ശേഷം എൻ്റെ മുത്തിൻ്റെ പിറന്നാൾ വന്നപ്പോൾ ഞങ്ങൾ എന്തോരം പ്ലാൻ ചെയ്തിരുന്നതാണെന്നറിയാം. പക്ഷേ ആ ഡിസംബർ ആയപ്പോഴത്തേക്ക് എനിക്ക് വയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പക്ഷേ ഞങ്ങൾ ക്രിസ്തുമസും ആഘോഷിച്ചു, എന്താണ് മുത്തിൻ്റെ പിറന്നാൾ ഒരുങ്ങാനുള്ള എല്ലാം സെറ്റ് ചെയ്തു. പക്ഷേ എനിക്ക് ആദ്യത്തെ കീമോയ്ക്ക് ഡേറ്റ് തന്നത് അവൻ്റെ പിറന്നാൾ ദിവസമാണ് കേട്ടോ. അപ്പം നമുക്ക് ഞാനിങ്ങനെ ഓരോ സങ്കടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്ന കാര്യങ്ങൾ, വന്ന അനുഭവങ്ങളൊക്കെ ഷെയർ ചെയ്യുമ്പോൾ എല്ലാവരും വായിക്കുന്നവർ അല്ലെങ്കിൽ ഇത് കേൾക്കുന്നവർ ഓർക്കാറുണ്ട്, ഇതൊക്കെ കോമൺ ആണ്, എല്ലാവരുടെയും ജീവിതത്തിൽ ഇങ്ങനെ ഓരോ സങ്കടങ്ങൾ ഉണ്ടാകുമല്ലോ എന്ന്. പക്ഷെ ഉണ്ടല്ലോ, അവരവരുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അതൊക്കെ വലിയ വലിയ സങ്കടങ്ങളാണ് കേട്ടോ. അപ്പം ഞാൻ നിങ്ങൾ ഇതുവരെ എൻ്റെ ഫാമിലിയിൽ എല്ലാ പേരെയും ഒന്നും കണ്ടിട്ടുണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും എപ്പോഴും എന്നോട് ചുറ്റുമുള്ള എൻ്റെ അടുത്തുള്ള എല്ലാവരെയും ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അപ്പം അതിൽ നിങ്ങൾ കണ്ടിട്ടില്ലാത്തൊരു മുഖം കൂടിയുണ്ട് കേട്ടോ. വേറെ ആരുടെ അല്ല, ഞങ്ങളുടെ കല്യാണി കുഞ്ഞിൻ്റെ മുഖം കേട്ടോ. അത് ആരാന്ന് ചോദിച്ചാൽ എൻ്റെ ജാനിക്കുട്ടിയുടെ അനിയത്തിയായിരുന്നു, എൻ്റെ ആങ്ങളയുടെ ഇളയ കുഞ്ഞ് കേട്ടോ. അവള് കുഞ്ഞ് ജനിച്ച് ഒരു 2.5 മാസത്തിന് ശേഷം ഞങ്ങൾ കുഞ്ഞിനുള്ള വാക്സിൻ എടുക്കാൻ പോയ സമയത്താണ് കുഞ്ഞിൻ്റെ കണ്ണിൻ്റെ മഞ്ഞ നിറമൊക്കെ ചെക്ക് ചെയ്യാനും ഒക്കെ ഡോക്ടേഴ്സ് പറഞ്ഞത്. അങ്ങനെ അത് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് കുഞ്ഞിന് ബൈലറി ആർട്ടേഷ്യ എന്ന് പറയുന്ന ഒരു ലിവർ ഡിസീസ് ആയിരുന്നു കേട്ടോ. അത് കുറച്ചുകൂടെ താമസിച്ചു പോയി, നമ്മളത് അറിയുമ്പോഴത്തേക്കും കുറേ വൈകി പോയത് കൊണ്ട് കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടിയില്ല. ഞങ്ങൾ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്തു, ശ്രീചിത്രയിലും SITയിലും ഒക്കെ കൊണ്ടുപോയി, പക്ഷെ ഞങ്ങൾക്ക് അവളെ കിട്ടിയില്ല കേട്ടോ. അപ്പം അത് എവിടെയെല്ലാം കുഞ്ഞുങ്ങൾ അങ്ങനെ അമ്മമാർക്ക് നഷ്ടപ്പെടുന്നു, എവിടെയൊക്കെ എന്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നു അല്ലെ, ഒരു കുടുംബത്തിൽ നിന്നൊരു കുഞ്ഞ് നഷ്ടപ്പെടുക എന്ന് പറയുന്നത് എവിടെല്ലാം നടക്കുന്ന കാര്യമാണ്. പക്ഷേ ഉണ്ടല്ലോ, നമ്മളത് ഭാവിയിൽ നമ്മളത് മറന്നു പോകാറുണ്ട്. ചില ഓർമ്മകളൊക്കെ നമ്മൾ എന്താണ് വേദനകളുടെ ഒരു തീവ്രതയൊക്കെ നമുക്ക് കുറേ കാലം കഴിയുമ്പോൾ കുറഞ്ഞു അല്ലേ. പക്ഷെ ഉണ്ടല്ലോ, ഞങ്ങൾക്ക് വന്ന അനുഭവങ്ങളിൽ പലതും ഒരിക്കലും നിങ്ങൾ മറക്കരുത്, നിങ്ങൾ എന്നും ഇത് ഓർത്ത് നീറിയിരിക്കണം എന്നുള്ള രീതിയിലാണ് കേട്ടോ. എൻ്റെ കല്യാണി കുഞ്ഞ് ജനിക്കുമ്പോൾ എൻ്റെ ജാനിക്കുട്ടിക്ക് 1.5 വയസ്സോ മറ്റോ ഉള്ളു കേട്ടോ. പെട്ടെന്നുണ്ടായ ഒരു പ്രഗ്നൻസി ആയിരുന്നു. അപ്പം എന്താണ് അപ്പം ജാനിക്കുട്ടി കൊച്ചു കുഞ്ഞാണ്. കല്യാണി കുഞ്ഞ് 6 മാസം ആയപ്പോഴാണ് കുഞ്ഞ് ഞങ്ങളെ വിട്ടു പോകുന്നത്. അപ്പം ഒരു ഫെബ്രുവരി മാസത്തിലാണ് കേട്ടോ, ഫെബ്രുവരിയിലാണ് ജാനിക്കുട്ടിയുടെ പിറന്നാളെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ജാനിക്കുട്ടിയുടെ പിറന്നാൾ ഫെബ്രുവരി 18ആണ്. ഫെബ്രുവരി 17നാണ് ഞങ്ങളെ കല്യാണി കുഞ്ഞ് ഞങ്ങളെ വിട്ടു പോകുന്നത് കേട്ടോ. അപ്പം ആങ്ങളെ ഇവിടെ ഇല്ല, ആങ്ങളെ ഗൾഫിലാണ്. അവൻ വരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. 18-ാം തീയതി അവൻ വന്നു. അതായത് ഞങ്ങളുടെ ജാനിക്കുട്ടിയുടെ 2ാം പിറന്നാളിൻ്റെ അന്നായിരുന്നു ഞങ്ങളുടെ കല്യാണി കുഞ്ഞിൻ്റെ അടക്കം കേട്ടോ. എൻ്റെ ആങ്ങളെ ആദ്യമായിട്ട് ഇളയ മോളെ കാണുന്നത് അങ്ങനെയാണ് കേട്ടോ. പ്രഗ്നൻ്റ് ആയപ്പോൾ അവൻ പോയതാണ്. പിന്നെ ഡെലിവറിക്കൊന്നും അവൻ വരാൻ പറ്റിയില്ല. പക്ഷെ വന്ന് കാണുമ്പോൾ ആ അവസ്ഥയിലാണ് കുഞ്ഞിനെ കാണുന്നത്. അപ്പം ജാനിക്കുട്ടിയുടെ പിറന്നാൾ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ കല്യാണി കുഞ്ഞിനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല കേട്ടോ. കല്യാണി കുഞ്ഞ് എൻ്റെ ഷേപ്പായിരുന്നു കേട്ടോ. അപ്പോൾ കുഞ്ഞിന് വയ്യാന്നൊക്കെ അറിഞ്ഞപ്പോഴേ അവിടെ കിട്ടില്ല എന്നുള്ള ഒരു സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എപ്പോഴും പറയുമായിരുന്നു, ഏതായാലും ഞാൻ ഇത്രയൊക്കെ ജീവിച്ചില്ലേ, എൻ്റെ ആയുസ് എൻ്റെ കുഞ്ഞിന് കൊടുത്തിട്ട്
എന്നെ വിളിച്ചാലും വേണ്ടിയില്ല എൻ്റെ കുഞ്ഞിനെ തിരിച്ചു കിട്ടണേന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് എന്തോ കല്യാണി കുഞ്ഞിനോട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. കാരണം അവൾ ജനിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞേ എന്നെ പോലെയാണ് എന്നൊക്കെ. നമുക്ക് ആഗ്രഹമില്ലേ നമ്മളെ പോലെ ഒരു കുഞ്ഞുവാവ് നമുക്ക് വേണമെന്ന്. അപ്പൊ ഇവർ രണ്ടുപേരും എനിക്ക് എന്താണ് മുത്ത് അവരുടെ പപ്പയെ പോലെ തന്നെയാണ്. മോനിക്കുട്ടന് ഇച്ചിരി വ്യത്യാസമൊക്കെ ഉണ്ട്, എന്നെ പോലെയൊക്കെ ആണെന്ന് എല്ലാവരും പറയുന്നത് തന്നെ. ഒരു മോള് അമ്മയെ പോലെ ആയിരിക്കുക എന്ന് പറയുന്ന ഒരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും കല്യാണി കുഞ്ഞ് ജനിച്ചപ്പോൾ എന്നെ പോലെയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. പക്ഷെ എന്ത് ചെയ്യാനാണ്. അപ്പം അത് അരിഞ്ഞു കഴിഞ്ഞ് ചുവന്നുള്ളിയും കൂടെ പൊളിച്ച് വെച്ചിട്ട് പിന്നെ ഞാനിങ്ങനെ പ്രാരാബ്ദവും പ്രയാസമൊക്കെ പറഞ്ഞ് നിങ്ങളെ വിഷമിപ്പിച്ചോ. ഒരു സിനിമയ്ക്കുള്ളതുണ്ട് ജീവിതം കേട്ടോ, സത്യമാണ്. ദേവാസുരം സിനിമയൊക്കെ കണ്ട് ഞങ്ങൾ ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. അപ്പം ഞാൻ എൻ്റെ ആങ്ങളുടെ ലൈഫൊക്കെ വെച്ച് നോക്കുമ്പോഴേ ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, അവൻ ശരിക്കും അതിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തിയാണ്. അത്രയേറെ വേദനകളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്. എന്താണ് അവൻ്റെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോഴൊക്കെ ഞാൻ ഒരുപാട് കരയാറുണ്ട് കേട്ടോ. ആ കുഞ്ഞിൻ്റെ കല്യാണി കുഞ്ഞിൻ്റെ നഷ്ടപ്പെടലെന്ന് പറയുന്നത്. അപ്പോൾ ഒരാളുടെയും ജീവിതത്തിൽ ഇങ്ങനെയുള്ള വേദനകളൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുന്ന ആളാണ് ഞാൻ കേട്ടോ. ഒരു കുഞ്ഞിൻ്റെ നഷ്ടപ്പെടൽ, രോഗങ്ങൾ, ഇങ്ങനെയുള്ള പ്രയാസങ്ങൾ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അതിനെല്ലാം നമുക്ക് എന്തേലും പറ്റുമോ? പറ്റത്തില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, അതൊക്കെ സഹിച്ച് അതിനെയൊക്കെ തരണം ചെയ്ത് ജീവിക്കാൻ ദൈവം മനസ്സിന് കരുത്ത് തന്നു എന്നുള്ളതാണ് സത്യം. ഓർത്താൽ ഒരുപാട് നീറുന്ന ഓർമ്മകളൊക്കെയാണ്. പക്ഷെ അതുകൊണ്ടാണ് സത്യമായിട്ടും അങ്ങനെയുള്ള ഓർമ്മകൾ എന്നിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഓരോ തിരക്കുകൾ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. ഞാൻ പക്ഷെ എനിക്ക് ഇങ്ങനെ ഒരു ഫാമിലി യൂട്യൂബിൽ ഉണ്ടാകുമെന്നൊന്നും ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം നമുക്ക് അത്രയേറെ പെർഫെക്റ്റ് ആയിട്ട് വീഡിയോസ് എടുക്കാനോ അത്രയും കഴിവുള്ള ആൾക്കാരോ ഒന്നുമില്ല. അപ്പോൾ നമ്മുടെ ഒരുപാട് പോരായ്മകളുള്ള നമ്മളോട് ആരെങ്കിലുമൊക്കെ കൂട്ടുകൂടുമോ അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ കൂട്ടുകൂടിയ എൻ്റെ ചക്കര മുത്തുമണികൾക്കെല്ലാം സ്നേഹം കേട്ടോ. ഞാൻ മെഴുക്കുവരട്ടിക്കുള്ളത് അങ്ങോട്ട് വെച്ചിട്ട് ചമ്മന്തി വേറെ ഒന്നുമില്ല കേട്ടോ. ഞാൻ ഇടയ്ക്ക് എപ്പോഴും ആരോ ചോദിച്ചായിരുന്നു ചേച്ചിയുടെ മുളക് ചമ്മന്തിയുടെ റെസിപ്പി ഇടാൻ. അതൊക്കെ ഇട്ട് ആരെങ്കിലും എന്നെ തല്ലിക്കൊല്ലും കേട്ടോ. എന്ന് വെച്ചാൽ ഞാൻ ഈ ചുമന്നുള്ളി ഒന്ന് ചതയ്ക്കുകയോ അരിയുകയോ ചെയ്യും. എന്നിട്ട് കുറച്ച് മുളക് പൊടിക്കകത്തോട്ട് ചുവന്നുള്ളി ചതച്ചതും എന്താണ് ഉപ്പും പുളി പിഴിഞ്ഞൊഴിക്കുവേ. എന്നിട്ട് എന്താണ് അതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. അതാണ് എൻ്റെ മുളക് ചമ്മന്തി കേട്ടോ. പക്ഷെ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ്, നൊസ്റ്റാൾജിക് ഫീലാണ്. എൻ്റെ കൂടെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു കേട്ടോ. പ്രവീണ എന്നായിരുന്നു കൂട്ടുകാരിയുടെ പേര്. അവളിപ്പോൾ എവിടെയാണോ എന്തോ. പ്രവീണ തമിഴ്നാട്ടിലായിരുന്നു അവരുടെ ചെറുപ്പത്തിലൊക്കെ കേട്ടോ. പിന്നെ കുറേ ആയപ്പോഴാണ് നമ്മുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ സ്കൂളിലൊക്കെ കൊണ്ട് ചേർത്തത്. അപ്പോൾ പ്രവീണ പൊതിയുമായിട്ട് വരുമ്പോഴേ എന്നും ഇതുപോലൊരു ചമ്മന്തി ഉണ്ട് കേട്ടോ, ഈ മുളക് ചമ്മന്തി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വേറെ കറികളൊക്കെ പ്രവീണയ്ക്ക് കൊടുക്കും, പ്രവീണ എനിക്ക് മുളക് ചമ്മന്തി തരും. അയ്യോ എന്തൊരു രുചിയായിരുന്നു ആ ചമ്മന്തിക്ക്. അപ്പോൾ ഇന്നത്തെ എൻ്റെ കണ്ണ് നീർന്നു. ഈ സവാള ഉള്ളിയൊക്കെ പൊളിച്ചെടുക്കുന്ന ഒരു മെഷീനും കൂടെ ഒന്ന് കണ്ടുപിടിച്ചായിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നല്ലേ. അപ്പോൾ ഇന്നത്തേക്കുള്ളതായി കേട്ടോ. മുട്ട വറക്കണം. മുട്ട വറക്കുന്നതിനകത്ത് ആരോ പറഞ്ഞ് തേങ്ങ ഇടുന്ന കാര്യം. ഞാൻ നേരത്തെ തേങ്ങ ഇടുമായിരുന്നു. ഇപ്പം എനിക്ക് അതിൻ്റെ മധുരം അങ്ങോട്ട് ഇഷ്ടമല്ല കേട്ടോ. തേങ്ങ ഇടുമ്പോൾ ഒരു മധുരം വരത്തില്ല, അതെനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഇടാത്ത കേട്ടോ. ഇവർക്കും അങ്ങനെ അത്ര പോരാ തേങ്ങ ഇടുന്നൊന്നും. ഞാൻ 5-6 ചുവന്നുള്ളി കൂടുതൽ പൊളിച്ചു വെച്ചിട്ടുണ്ട്. അതാണ് ഇന്ന് മുട്ടയ്ക്കകത്ത് ഇടുന്നത്. സവാള ഇടുന്നില്ല കേട്ടോ. മോനുകുട്ടന് ഞാൻ പറഞ്ഞില്ലേ, മോനുകുട്ടന് ഉള്ളിയൊന്നും ഇല്ലാതെ അല്ലാതെ ഉണ്ടാക്കുന്ന ഇഷ്ടം. അപ്പോൾ പിന്നെ എനിക്കും മുത്തിനും മതിയല്ലോ. ഇന്നത്തെ നമ്മുടെ പണികൾ കഴിഞ്ഞെന്ന് വെച്ചാൽ ഏകദേശം. ഇനി ഇത് അടുപ്പ വെച്ച് മുളക് ചമ്മന്തി അരച്ചാൽ മതി. മുളക് ചമ്മന്തി അരയ്ക്കുമല്ല, മുളക് ചമ്മന്തി കലക്കിയാൽ മതി.
നമുക്ക് മെഴുക്ക് വരട്ടി അങ്ങോട്ട് വെക്കാം. കറിവേപ്പില എടുത്തതിരിപ്പില്ല, മുത്തിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. അവനാകുമ്പോൾ ഇവിടെ നിന്നോണ്ട് നമ്മുടെ മേളത്തെ മീഡിയറമ്പി നിന്നോണ്ട് അവനെ എടുക്കാൻ പറ്റും കേട്ടോ. അതുകൊണ്ട് അവനോട് പറഞ്ഞത്. എനിക്ക് പറ്റൂല, ഞാൻ മൂക്കും കുത്തി കുഴിക്കകത്ത് വീഴും. പുളി പുളി എടുക്കട്ടെ, വെള്ളത്തിലിടട്ടെ ചമ്മന്തിക്കുള്ള. ചുവന്നുള്ളി അതിനകത്ത് കയറി പാത്തിരിക്കും. ഇപ്പൊ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. വേവിച്ച് മെഴുകുവരട്ടിക്ക് എടുത്തു കഴിഞ്ഞാലേ കുഴഞ്ഞിരിക്കുന്നത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നേരിട്ടങ്ങ് ഇടുന്നത്. നമുക്ക് കുറച്ചേരം അടച്ചു വെച്ചിട്ട് നമുക്ക് നല്ല സൂപ്പറായിട്ട് കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ്. കിട്ടിക്കഴിഞ്ഞിട്ട് പറയാം. മോനിക്കുട്ടൻ ഇപ്പൊ വിശപ്പ് കയറും കേട്ടോ. മോനിക്കുട്ടന്റെ സമയമാണ്, വിശപ്പിന്റെ വിളി വരാറായി. ചമ്മന്തിക്കുള്ളത് കൂടെ എടുക്കാം. കുറച്ച് മതി. കുറച്ച് നേരം അങ്ങോട്ട് അടച്ചു വെക്കുമ്പോഴത്തേക്ക് നമ്മൾ കേട്ടോ. എന്നിട്ട് നമുക്ക് തുറന്നു വെച്ച് ഇടാം. ഓ, ഇതൊക്കെ ആർക്കും അറിയാത്തല്ലയോ? ശരിയാട്ടോ, ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങ് നിന്നതാണ്. അടച്ചു ഇത് പറ്റും. ചമ്മന്തിക്ക് ഉള്ളി അരിഞ്ഞിടാൻ പോട്ടോ. ചതച്ചിടാനും പറ്റുവേ, പക്ഷെ ഞാനങ്ങ് അരിഞ്ഞിടുക. വിരലോടെ എടുക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ കൈ കഷ്ണിക്കും. പണ്ടൊക്കെ ന്യൂ ഇയർ ആകുമ്പോ നമ്മള് എന്താണ് പറയുന്നത്, പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്ത് നടപ്പിലാക്കിയവരാരെങ്കിലും ഉണ്ടോ? ഞാൻ അങ്ങനെ തീരുമാനങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കാരണം എന്നെ കൊണ്ട് കഴിയില്ല. നടക്കാത്ത കാര്യത്തിന് വേണ്ടി വെറുതെ സമയം മെനക്കെടുത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. പിന്നെന്താണ് പ്രിയങ്ങളെ, ഈ വിളിയൊന്ന് നിർത്തിക്കൂടായോ എന്നൊന്നും ആരും ചോദിക്കില്ല. ഞാൻ നിർത്തത്തില്ല കേട്ടോ. നീ ഉപ്പും ഇട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് പുളി ഒഴിച്ചാൽ നമ്മുടെ ചമ്മന്തി റെഡി. ചോറുണ്ണ നല്ലതാട്ടോ. പിന്നെ ഗോതമ്പ് ദോശ ഉണ്ടാക്കിയാലേ ഈ ചമ്മന്തി സൂപ്പറാണ്. സത്യം, വെറുതെ പറയുന്നതല്ല, സത്യാണ്. പിന്നെ പച്ചമുളക് ചമ്മന്തി ഇല്ലേ, നമ്മൾ ഈ പുഴുക്കിനൊക്കെ കഴിക്കുന്ന, കപ്പയൊക്കെ പുഴുങ്ങിയിട്ട് കഴിക്കുന്ന ചമ്മന്തി, അതും എനിക്കിഷ്ടമാണ്. അതും കൂട്ടി ചോറിനാനും ഇഷ്ടം കേട്ടോ. എനിക്ക് മുത്തിന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ നിന്ന് കാച്ചിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി അതൊന്ന് പുഴുങ്ങി കഴിക്കണം. കാച്ചിൽ ചെത്തുന്നതൊക്കെ പ്രയാസമാണ്. നോക്കട്ടെ.
റെഡിയായി. കാണിക്കട്ടെ, കാണിക്കാമേ. വെയിറ്റ്. ഇതാണ് എൻ്റെ മുളക് ചമ്മന്തി. അതിന് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചാൽ സൂപ്പറാണ് കേട്ടോ. മതി. വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴത്തേക്കേ ഇതിൻ്റെ എരിവൊക്കെ അങ്ങ് പോവും കേട്ടോ. എരിവ് കുറയും, പിന്നെ നമുക്ക് കഴിക്കാൻ സൂപ്പറാണ്. ഉണ്ടോ? ഇതാണ് എൻ്റെ മുളക് ചമ്മന്തി. എങ്ങനെയുണ്ട്? ഞാൻ ഈ എളുപ്പവിദ്യകളൊക്കെ നിങ്ങളെയൊക്കെ കാണിച്ചു തരുമ്പോൾ നിങ്ങളിതൊക്കെ പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ചുമ്മാതാട്ടോ, വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാലേ എന്നെ നിങ്ങൾ ത്യാഗും. അയ്യോ, ഈ അമ്മക്കിളിയുടെ പാചകം കാരണമാണെന്ന് പറയും. അതുകൊണ്ടേ നിങ്ങൾ ചുമ്മാ പരീക്ഷിച്ചൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് കൂട്ടിക്കോ. ആരും കഴിപ്പിക്കാനൊന്നും കൊടുക്കണ്ട കേട്ടോ. നമ്മുടെ ചമ്മന്തി റെഡിയായി. ഇനി ഇത് അങ്ങോട്ട് അടച്ചങ്ങ് വെച്ചേക്കാൻ. ചോറോളം വന്നിട്ട് എടുക്കും. മിഴുക്ക് പരട്ടി എന്തുവായെന്ന് നോക്കാം. വെന്തില്ല, വെന്ത് വരുന്നതേ ഉള്ളൂ. നമുക്ക് അടച്ചു വെക്കാം കുറച്ച് നേരം കേട്ടോ. എന്നിട്ട് മുട്ട വറക്കാനുള്ള ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചാൽ നമ്മുടെ പണി കഴിഞ്ഞു. അടച്ചു വെക്കാം, ഇച്ചിരൂടെ വേവട്ടെ. ചോറ് തിളച്ച് നമുക്ക് ഊറ്റി വെക്കാം. എന്നിട്ട് മുട്ട വറക്കാം. മോനിക്കുട്ടനുള്ള മുട്ട വേറെ എടുത്ത് കേട്ടോ. അവന് ഉള്ളിയൊന്നും ഇടുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് വേറെ. ഇത് എനിക്കും മുത്തിനും കൂടെ ഉള്ളത് കേട്ടോ. പച്ചമുളക് വിചാരിച്ചു, എല്ലാം കൂടെ മറിഞ്ഞു വീണേ. പച്ചമുളക് ഇടാന്ന് വിചാരിച്ചു കേട്ടോ. മോനിക്കുട്ടൻ സ്പെഷ്യൽ റെഡിയായി. ഞങ്ങൾക്കുള്ളത് എടുക്കട്ടെ, ഇവിടോട്ടിരിക്കട്ടെ. ഇത് നമുക്കുള്ളതാണ് കേട്ടോ, എനിക്കും മുത്തിനും. മെഴുക്ക് പുരട്ടി റെഡിയായി. ഇനി നമുക്ക് ചോറുണ്ണാം കേട്ടോ. ഞങ്ങളുടെ കൊച്ചു വീട്ടിലെ കൊച്ചടുക്കളയിലെ കറികളൊക്കെ ഇഷ്ടപ്പെട്ടവർ വന്നാൽ ചോറ് തരാട്ടോ. ചോറും മുളക് ചമ്മന്തിയും പിന്നെ മുട്ട വറുത്ത് കേട്ടോ. ഉണ്ടോ, ഷേപ്പൊന്നും കിട്ടിയില്ല. കാരണം ഒരു കോള് വന്ന് അതിൻ്റെ പുറകെ പോയതോടെ അതിൻ്റെ ഷേപ്പൊക്കെ നഷ്ടപ്പെട്ടു കേട്ടോ. അത് മെഴുക്ക് വരട്ടി, ചേമ്പ് മെഴുക്ക് വരട്ടി കേട്ടോ. കഴിച്ചു നോക്കാം. വരാം. അപ്പോഴേ നമ്മൾ ചോറിനാൻ പോവാണ്. ചോറും മുളക് ചമ്മന്തിയും മോര് കറിയും പിന്നെ നമ്മുടെ ചേമ്പ് മെഴുക്ക് വരട്ടി, ഇത്രയേ ഉള്ളൂ. ഇതെല്ലാം ഒരുപാട് ഇഷ്ടമുള്ള കറികളായതുകൊണ്ട് ഒരു സദ്യ കഴിക്കുന്ന സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ, അതാണ് നമുക്ക് സന്തോഷം അല്ലേ.